നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായമാണ്. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് 1ഉം 2ഉം അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ സംസാരിച്ചത് നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. 2ാം അധ്യായത്തിലേക്ക് തുടങ്ങുമ്പോൾ 2ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ അന്ത്യകാലത്ത് വരുന്ന ഉപദേശ പെശകുകളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് പത്രോസിന്റെ 2ാം അധ്യായം. 1ാമത്തെ അധ്യായം പ്രത്യാശ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണെങ്കിൽ 2ാമത്തെ അധ്യായം ദുരുപദേശങ്ങളെ കുറിച്ചും തെറ്റായ ആത്മീക പ്രാക്ടീസുകളെ കുറിച്ചുള്ള വാണിംഗാണ്. കള്ള ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചുള്ള വാണിംഗാണ്. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്നത്. അപ്പൊ എന്നും ദൈവത്തെ മഹത്വപ്പെടുത്താത്ത സുവിശേഷകർ എന്ന് പറയുന്നവർ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ ദൈവത്തെ പ്രഘോഷിക്കുന്നത് സ്നേഹത്തിൽ നിന്നല്ല, മത്സരത്തിലാണ്. എങ്കിലും അവർ ദൈവത്തിന്റെ വചനം അവരിലൂടെ സ്പ്രെഡ് ആവുന്നതിന് സ്തോത്രം എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്നും വേദപുസ്തകത്തിൽ പത്യോപദേശം ഉള്ളിടത്തോളം കാലം ദുരുപദേശവും ഉണ്ടായിരുന്നു. പക്ഷെ ഈ അപ്പോസ്തലിക ഉപദേശത്തിന്റെ പ്രത്യേകത ശരിക്കും അത് വളരെ യുണീക്കാണ്. അതിന് അധികം ലോകപരമായ പരിജ്ഞാനം ആവശ്യമില്ല എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ ലേഖനം 1 അവസാനിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. 26-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. കണ്ടോ, ഭോഷത്വമായതിനെ ദൈവം എടുത്തിരിക്കുന്നു. അപ്പോൾ ലോകത്തിന്റെ ജ്ഞാനത്തിന് അവിടെ വലിയ പ്രസക്തിയില്ല. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിശാച് തിരഞ്ഞെടുക്കുന്ന പോലല്ല. പിശാചിന് കുറച്ച് സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് വേണ്ടത് അവന്റെ രാജ്യം സ്പ്രെഡ് ചെയ്യാൻ. പക്ഷെ കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് സ്കില്ല് നോക്കിയല്ല. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് അവന്റെ ഇഷ്ടമാണ്. അവന്റെ തെരഞ്ഞെടുപ്പ്. അപ്പൊ എങ്ങനെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്? അതിന്റെ പാറ്റേൺ ഒന്നും മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. പക്ഷെ എൻഡ് റിസൾട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പല ആളുകളും ഒരു ക്വാളിറ്റി ലോകപരമായിട്ട് നോക്കിയാലുള്ള ആളുകളല്ല. പല ആളുകളും കുലീനന്മാരല്ല. പിന്നെ ഉള്ള കുലീനതയൊക്കെ വെച്ച് നമ്മൾ സ്വയം പുകഴ്ത്തി നടക്കാറുണ്ടെങ്കിലും ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യര് ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ ജ്ഞാനികളൊന്നും അല്ല ദൈവം എടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലഹീനമായി തിരഞ്ഞെടുത്തു, അതുപോലെ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്ത തിരഞ്ഞെടുത്തു. അപ്പൊ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് കുലഹീനമായതിനെ, വിവേകം എന്ന് പറയാനൊന്നും ഇല്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് പുകഴുവാനൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് മുഴുവൻ ദൈവത്തിന്റെയാണ്. പ്രസംഗം, കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, എന്ത് കഷ്ടപ്പെട്ടാണ് ഒരു പാസ്റ്റർ പ്രസംഗം ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ 1 മിനിറ്റേ കാണുള്ളൂ, പക്ഷെ അതിന്റെ പുറകിൽ പുള്ളി പഠിക്കാനെടുത്തത്, ബൈബിൾ കോളേജിൽ പോയത്, അതിന്റെയൊക്കെയുള്ള അധ്വാനം ഭയങ്കരമാണ്. പ്രശ്നമാണത്. കാരണം കർത്താവ് എന്താ പറയുന്നറിയോ? സ്വയമേ പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വത്തിനായി അധ്വാനിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. സ്വയം പ്രസ്താവിക്കാനുള്ള ഒന്നും ഇതിനകത്തില്ല. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതാണ് സുവിശേഷം എന്ന് പറയുന്നത്. രേഖപ്പെടുത്തപ്പെട്ടതാണ്, നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ചിലപ്പോൾ മാനുഷികമായിട്ട് നോക്കുമ്പോൾ നമുക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. നമ്മുടെ ജഡത്തിന് അത് അപ്പീലിംഗ് ആയില്ല എന്ന് വരാം. ഓക്കെ, അപ്പോൾ പ്രശംസിക്കുന്നവനല്ല, 31-ാം വാക്യം, പ്രശംസിക്കുന്നവനല്ല കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പൊ ശരിക്കും കർത്താവിൽ ഒരു പ്രശംസ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ കുലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ പൗലോസിനെ പോലുള്ളവരും ദൈവം തിരഞ്ഞെടുത്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കുലഹീനമായതിനെ ദൈവം തെരഞ്ഞെടുത്തു. പൗലോസിനെ കുലമുള്ളവനായിരുന്നു, അവൻ വലിയ ഗമയുള്ളവനായിരുന്നു നേരത്തെ, പക്ഷെ അവനെ അബലനാക്കി, അവന്റെ ജ്ഞാനം കൊണ്ട് പ്രയോജനമില്ലാത്തതാക്കി,
അവനെ ബലഹീനനാക്കിയിട്ടാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. കാരണം കർത്താവിന്റെ സുവിശേഷം പറയാൻ പുറമേ നിന്നുള്ള ബലം പ്രയോജനമില്ലെന്ന് മാത്രമല്ല, അത് പലപ്പോഴും സുവിശേഷത്തെ തടയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പുറമേ ഉള്ള ബലം പലപ്പോഴും സുവിശേഷത്തെ തടയുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ സുവിശേഷത്തെ പലപ്പോഴും തടയുകയാണ്, നമ്മുടെ കഴിവുകൾ പലപ്പോഴും ചെയ്യുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പൗലോസ് അങ്ങനെയുള്ള ഒരാളല്ലല്ലോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ഒന്നുമില്ലാത്തവൻ, ഒരു വാക്വൈഭവം പോലും ഇല്ലാത്തവനായിട്ടാണ് വന്നത്. ഇല്ലാഞ്ഞിട്ടല്ല, ദൈവം അങ്ങനെ ആക്കിയതാണ്. അപ്പൊ മനുഷ്യരിൽ ആശ്രയിക്കാത്ത ഒരു സുവിശേഷം, കൃപയാൽ മാത്രമുള്ള ഒരു സുവിശേഷം, ജ്ഞാനത്തിന്റെ വൈഭവം ഇല്ലാത്ത. നിങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൽ മനുഷ്യന്റെ ജ്ഞാനം നമുക്ക് ഈ വേദപുസ്തകം വായിക്കുമ്പോൾ തോന്നുന്നില്ല, പക്ഷെ പ്രസംഗം കേൾക്കുമ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ബൈബിളിൽ നിന്നല്ല, അത് മനുഷ്യന്റെ ജ്ഞാനമാണ്. അപ്പൊ മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ വൈഭവം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ മനുഷ്യന് പറയാൻ പറ്റും. വൈഭവം കൂടാതെയുള്ള ദൈവത്തിന്റെ സാക്ഷ്യമാണ് നിങ്ങളുടെ പ്രസംഗിക്കുന്നത്. അപ്പൊ സാക്ഷ്യം എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വിറ്റ്നസിംഗ് ആണ്. വിറ്റ്നസിംഗ് അതായത് ദൈവത്തിൽ നിന്ന് കേട്ടോ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യം അവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. യോഹന്നാൻ 6 അവിടെ കർത്താവ് 7-ാം അധ്യായം 14-ാം വാക്യം മുതൽ വൈഭവമില്ലാത്ത പ്രസംഗം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വൈഭവമില്ലാത്ത പ്രസംഗം. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അപ്പോ വൈഭവമില്ല, കഴിവില്ല, ഇല്ലാത്തതല്ല, ഇല്ലാത്തവനെ പോലെ. യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവൻ്റെതത്രേ. അപ്പൊ എനിക്ക് ഇതിനകത്ത് ക്ലെയിം ഇല്ല, ഇത് മുഴുവൻ പിതാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. ഞാൻ സ്വന്തമായിട്ട് നിങ്ങളോട് ഒന്നും പറയുന്നില്ല. ഇത് തന്നെയാണ് പൗലോസും പറയുന്നത്. കർത്താവ് എങ്ങനെയാണോ കാണിച്ചു കൊടുത്തത്, നമ്മുടെ പ്രസ്താവനകൾ മുഴുവൻ, നമ്മുടെ പഠിപ്പിക്കലുകൾ മുഴുവൻ ദൈവത്തിൽ നിന്ന് വരുന്നതാകണം. ദൈവത്തിന്റെ ഇഷ്ടമാണ്, അവന്റെ മഹത്വമാണ്. അവന്റെ മഹത്വമാകുന്ന പ്രധാനം. നമ്മുടെ ബുദ്ധിക്ക് അത് എഗ്രി ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ദൈവത്തിന്റെ മഹത്വത്തിന് എതിര് വരരുത്. ഓക്കെ, അടുത്ത വാക്യം നോക്കി. യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവൻ്റെതത്രേ. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. അടുത്ത വാക്യം പറയാണ്, സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കും. നമ്മൾ സ്വന്തമായ ആശയങ്ങൾ പറയാൻ പോകുന്നവൻ, സ്വന്തം കാര്യം പറയും, സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവൻ ശരിക്കും ചെയ്യുന്ന അവന്റെ സ്വന്തം മഹത്വത്തെയാണ് അന്വേഷിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ സ്വന്തമായ ഒരു വൈഭവത്തോടെ നിങ്ങളുടെ അടുത്ത് വന്നില്ല. അത് ഞങ്ങളുടെ ഒരു ഉദ്ദേശമേ ആയിരുന്നില്ല. അതെങ്ങനെയാണ് ഞങ്ങൾ ആ വൈഭവത്തെ ഒഴിവാക്കിയതെന്നറിയോ? ഓക്കെ, എങ്ങനെയാണ് ആ വൈഭവത്തെ ഒഴിവാക്കിയത്? ക്രൂശിതനായ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടാണ്. ക്രൂശിതനായ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് വൈഭവത്തെ പുറത്താക്കിയത്. അപ്പൊ എനിക്കുള്ള ജ്ഞാനം ഉൾപ്പെടെ ക്രൂശിലേക്ക് പോവാണ്, ഡെത്തിനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ദൈവികമായ കൃപ എന്നെ എന്താ ചെയ്തിരിക്കുന്നത്? എന്നെ ഒന്നും അല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ്. And that grace has made me empty. എനിക്കൊരു വാഗ്വൈഭവം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഐ എം ക്രൂസിഫൈഡ്. ഞാൻ ആന്ധ്രയിൽ ചെല്ലുമ്പോൾ, ആന്ധ്രയിൽ പോകുന്ന വഴിക്ക് ഞാൻ ചെയ്ത പരിപാടി എന്താണെന്നറിയോ? ആന്ധ്ര ഒരു ദരിദ്ര രാജ്യമാണ് എന്റെ വിചാരം. നമുക്ക് മനുഷ്യന്റെ ഭയങ്കര ബുദ്ധിയാണല്ലോ. അപ്പൊ ഞാൻ കുറെ ആൾക്കാരോട്ടൊക്കെ സംസാരിച്ചിട്ട് ആന്ധ്രയിൽ ചെന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളതിന് 10 പ്രോജക്റ്റുകൾ ഉണ്ടായി. ആലോചിച്ചു.
ഈ 10 പ്രോജക്റ്റ് ഉണ്ടാക്കി അതിന്റെ വൈഭവം, ബുദ്ധി, അതെല്ലാം എവിടെയെല്ലാം പ്രയോഗിച്ചോ അതെല്ലാം എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോ എന്തേലും നടക്കുമോ? ഒന്നും നടക്കുകയില്ല. അവിടെ ചെന്നപ്പോ കർത്താവ് പറഞ്ഞു, നീ ഒരു പണിയും ചെയ്യണ്ട, കുഞ്ഞുങ്ങളെ തന്നിട്ട് പറഞ്ഞു ഇതിനെ വളർത്തിക്കും. വേറൊരു പണിയുമില്ല, പ്രസംഗവും ഇല്ല, ഒന്നുമില്ല, പദ്ധതികളും ഇല്ല, പ്രസംഗവും ഇല്ല, ഒന്നുമില്ല. 3 വർഷം ഒരു സ്ഥലത്തും വാ തുറന്നില്ല, ഒന്നും പറയാനില്ല. പിള്ളേരെ കുളിപ്പിക്കുക, കഴിയിപ്പിക്കുക, അതാണ് വേണ്ടത്. അവസാനം കർത്താവിനോട് പറഞ്ഞു, മരിച്ച് കുഞ്ഞിനെ പോലെ ആകാതെ നിനക്ക് വചനം പറയാൻ പറ്റത്തില്ല. ഞാൻ അത് അന്നേരം മനസ്സിലാക്കുന്നത്, നിക്കോദെമോസിന്റെ കർത്താവ് എന്താ പറഞ്ഞ അറിയില്ല. ഡൈ ടു വാട്ട് എവർ യു ഹാവ് ലേൺഡ്. ഇവിടെ പറയുന്ന അതാണ്. ഒത്തിരി വാഗ്വൈഭവം ഉള്ള ആളാണ് പൗലോസ്. പക്ഷെ പൗലോസ് എങ്ങനെയാണ് പ്രസംഗിക്കാൻ തുടങ്ങിയെന്നറിയാം? അവൻ ആ ക്രൂശിതനായ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ഹി ഹാഡ് ലേൺഡ്, ആ ക്രൂശിൽ അത് തീർന്നു. ആ വൈഭവം പറയാൻ ഇനി പൗലോസിനെ കൊണ്ട് പറ്റില്ല. ക്രിസ്തു അങ്ങനെ തന്നെയായിരുന്നു, വൈഭവം പറയില്ലായിരുന്നു. ഹി ഡിഡ്ന്റ് വാണ്ട് ടു എക്സ്പ്രസ്. അവന് ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ, പക്ഷെ ഒരൊറ്റ അക്ഷരം പോലും ഈ മനുഷ്യന്റേതായത് കർത്താവിന്റെ വായിന്ന് വന്നിട്ടില്ല. എല്ലാം പിതാവ് കൊടുത്തു. അതുപോലെ പൗലോസ് അങ്ങനെ ആകാൻ വേണ്ടി, പൗലോസിന് നാച്ചുറലി അങ്ങനെ വരില്ല. ക്രിസ്തുവിന് അത് സാധ്യമാണ്, പൗലോസിന് അത് സാധ്യമല്ല. എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഒത്തിരി ഗ്ലീനിങ്സ് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ക്രൂശിന്റെ അനുഭവത്തിലൂടെ, മരണാവസ്ഥയിലൂടെ കടന്നു പോയിട്ടാണ് ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യർ ചതിക്കപ്പെടുന്നത് മനുഷ്യന്റെ വഞ്ചനയിലാണ്, മനുഷ്യന്റെ ഫിലോസഫിയിലാണ്. അതാണ് ഈ പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വാണിംഗ്. ആ വാണിംഗ് അവിടെ പറയുമ്പോഴേക്കും അത് അതിന്റെ മോട്ടീവ്സ്, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതാണെങ്കിൽ, ഞാൻ കൊരിന്ത് ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കാനുള്ള കാരണം, ഇത് എങ്ങനെ ആയിരിക്കണമെന്ന്, എങ്ങനെ ആയിരിക്കരുതെന്നല്ല, എങ്ങനെ ആയിരിക്കണമെന്നാണ്. അപ്പൊ അന്ത്യകാലത്ത് ഒരു ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണം? നമ്മൾ എഴുന്നേറ്റ് നിന്നൊരു സാക്ഷ്യം പറയുമ്പോൾ അത് എന്തായിരിക്കണം? നമ്മൾ ഒരു മനുഷ്യനോട് സുവിശേഷം പറയുമ്പോൾ അതിന്റെ സോഴ്സ്, അതിന്റെ ഉറവിടം, അത് ക്രൈസ്റ്റ് എലോൺ ആകണം. അവിടെയാണ് സാങ്ക്ടിഫിക്കേഷൻ ഉള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ പറയാൻ ഈ 1:31 പറയുന്ന ഒരു കാര്യം ഇതാണല്ലോ, പ്രശംസിക്കുന്നവനെല്ലാം കർത്താവിൽ പ്രശംസിക്കണം. അപ്പം ഞാൻ പ്രസംഗിച്ചെന്നോ ഞാൻ പഠിച്ചു വന്നെന്നോ എന്റെ കഴിവുകളിൽ ഒന്നും വരാതെ അതെല്ലാം ക്രൂശിൽ അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അതാണ് എക്സ്പീരിയൻസ് ദ ഡെത്ത് ഓൺ ദ ക്രോസ്. അവന്റെ ക്രൂശിലുള്ള മരണം അനുഭവിക്കാം. ശരിക്കും അത് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കുമ്പോഴൊക്കെ പെയിൻഫുൾ തന്നെയാണ്. നമ്മൾ പെയിൻ ഇല്ലാന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. പക്ഷെ റിഫ്ലക്റ്റിംഗ് വി അണ്ടർസ്റ്റാൻഡ് എത്ര ഭയങ്കരമായ കൃപയാണ് ദൈവം ആ ക്രൂശിലൂടെ നമ്മുടെ ജ്ഞാനത്തെ തകർത്ത് കളയും. ഓക്കെ. എന്നിട്ട് പൗലോസ് പറയാണ്, ഈ ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ക്രിസ്തു ക്രൂശ സ്വയനീതി. ഞങ്ങളുടെ സഭയിലുണ്ടായ ഏറ്റവും വലിയ ഒരു ക്രൈസിസ്, ഞങ്ങളുടെ എറണാകുളത്തെ സഭയിലുണ്ടായ ഏറ്റവും വലിയ ക്രൈസിസ്, അത് തുടങ്ങി ഒരു 5-6 മാസം കഴിഞ്ഞപ്പം ഒരു കുടുംബം പറഞ്ഞു, ഞങ്ങൾ ഈ സഭയിൽ നിന്ന് പോവുക. എന്താ കാര്യം? ഇവിടുത്തെ പാസ്റ്ററിന്, അതായത് എനിക്ക് ആകെ ഒരു വിഷയം പറയാനുള്ളൂ, സ്വയനീതി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ വയ്യ, അതുകൊണ്ട് പോവാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി അന്ന്. അപ്പൊ ഞാൻ ഓരോ ദിവസം സൺഡേ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. പല ആശയങ്ങൾ എന്റെ മനസ്സിലുണ്ട്, പറയണം, ഒന്ന് മാറ്റി പറയണമല്ലോ. പക്ഷെ കർത്താവ് സമ്മതിക്കുന്നില്ല. അവിടെ വരുമ്പോ എന്ത് പറഞ്ഞാലും ഇത് ഇങ്ങോട്ട് ആക്കിക്കൊണ്ട് വരുവാണ്. അപ്പോൾ ശരിക്കും ഐ വാസ് ലൈക്ക് എ ഫൂൾ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തെല്ലാം വിഷയങ്ങളായി ബൈബിളിൽ കിടക്കുന്നു, ഇത് മാത്രം എന്താ? പക്ഷെ അത് മാത്രം പറയാനായിരുന്നു കർത്താവിന്റെ കോളിംഗ് ആ സമയത്ത്. സോ ഐ ഹാഡ് നോ അതർ ചോയ്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, 3-ാമത്തെ വാക്യം നോക്കി, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടി നിങ്ങളുടെ ഇടയിൽ ഇരുന്നെന്നാണ്. അപ്പം ഇതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ബലഹീനത അത് അനുഭവിച്ചത് ശരിക്കും കർത്താവിന്റെ വചനം പറയുമ്പോഴും നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട്. അത് രണ്ട് കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് വചനം സംസാരിക്കുന്നത് 1997 ആദ്യമായിട്ട് വചനം സംസാരിക്കുന്നത്. അത് ഒരു കോട്ടേജ് മീറ്റിംഗ്, ഞാൻ സ്നാനപ്പെട്ട സഭയുടെ ഒരു കോട്ടേജ് മീറ്റിംഗിനാണ്. ഈ 97 ഞാൻ വചനം സംസാരിക്കുന്നതിന് മുൻപ്
അനേക സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സെക്യുലർ ലോകത്ത്. അതായത് YMCA നടക്കുന്ന ഡിബേറ്റുകൾ, കോളേജിലെ ഡിബേറ്റുകൾ, മറ്റ് പബ്ലിക് സ്പീച്ച്, അത് സ്കൂൾ തൊട്ട് പ്രസംഗം എന്ന് പറയുന്ന എൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ, അതിനൊക്കെ ഒരു വേറൊരു സ്റ്റൈലായിരുന്നു. അപ്പോ ഇവിടെ നമ്മൾ ബലഹീനരായിട്ടും വയ്യാത്തവരായിട്ട് അറിയാത്തവരായിട്ട്, അവിടെ അങ്ങനെയല്ല. അവിടുത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രസംഗം പഠിപ്പിക്കുന്നവര് ടീച്ചേഴ്സൊക്കെ പറയും, മുമ്പ് ഇരിക്കുന്നവർക്ക് ഒന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചോളൂ, എങ്കിലേ നമുക്കൊരു ധൈര്യം കിട്ടുള്ളൂ. ആ ധൈര്യത്തിലാണ് അടിച്ചു വിടുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസുമായിട്ടാണ് എന്റെ പാസ്റ്ററിനോട് പറഞ്ഞു, ഒരു 20 മിനിറ്റ് ചേച്ചി വചനം പറയണം. ഞാൻ പറഞ്ഞു ഓക്കെ, സിമ്പിൾ, നിസ്സാര കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പോയി ബൈബിളിൽ ഒരു വാക്യമൊക്കെ സംഘടിപ്പിച്ച് കുറെ പുസ്തകങ്ങളൊക്കെ നോക്കി ഒരു പ്രസംഗം ഉണ്ടാക്കി. അരമണിക്കൂർ പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എല്ലാം കൂടെ ചേർത്ത് പോയി നിന്ന് മാത്രം ഓർമ്മയുള്ളൂ. എന്റെ സുബോധം പോയവരായിപ്പോയി. 5 മിനിറ്റ് പോലും പറയാൻ എനിക്കൊന്നും പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത പരവേശത്തിലായിപ്പോയി. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായത്, പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ വിറയലോടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. ഞാൻ ഇത്രയും നാളുകൾക്ക് ശേഷം പുൽപ്പിറ്റിൽ ഇപ്പം 8:45 ഞാൻ ലോഗിൻ ചെയ്തത്. തൊട്ട് മുമ്പ് ഒരു പ്രസംഗം തീർന്നതേ ഉള്ളൂ. തീർന്നിട്ട് എനിക്ക് ഈ കസേര എഴുന്നേറ്റില്ല. അത് ഇങ്ങോട്ട് ലോഗിൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ലോഗിൻ ചെയ്യുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളം പറയുക, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ദാറ്റ് ഭയം ഈസ് ദേർ സ്റ്റിൽ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ടൈം ടു കം. ഐ എം റിയലി ദർ ഇസ് എ ട്രെമ്പിൾ ഇൻസൈഡ്. കാരണം എന്താ കർത്താവെ, നിന്റെ വാക്കുകൾ അങ്ങനെ ഉച്ചരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഹൗ ആം ഐ സ്റ്റാൻഡിങ് ബിഫോർ യു? ഈ ഒരു ഭയങ്കര പ്രതിസന്ധി എന്നും ഉണ്ട്, എപ്പോഴും ഉണ്ട്. സോ ഐ വാണ്ട് ഇറ്റ് ടു ബി പോസിബിൾ. കർത്താവ് ഇത് 5 മിനിറ്റോടെ മുമ്പോട്ട് പോവാണെങ്കിൽ അത്രയും കഴിഞ്ഞിട്ട് മതിയല്ലോ. സോ ദ റീസൺ ഈസ് വി ആർ നത്തിങ് ബിഫോർ ദ വേർഡ്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒന്നുമല്ല. വചനം എന്ന് പറയുന്നത് നമുക്ക് അവൻ തരുന്ന ദാനമാണ്. അതില് കർത്താവിന്റെ കൃപയാണ് ഒരു വാക്ക് ഉച്ചരിക്കാൻ നമുക്ക് പറ്റുന്നത്. There is nothing that we bring up, nothing that we prepare, nothing that comes from the world. അത് അങ്ങനെ ആകണമെന്ന് പൗലോസ് ആഗ്രഹിച്ചിട്ട് പൗലോസ് പറയാണ്, ഈ ക്രൂശിതനായ ക്രിസ്തുവിന്റെ പരിജ്ഞാനം അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ക്രൂശിൽ വിട്ട് കളഞ്ഞു. ഐ അബാൻഡൻഡ് എവറിത്തിങ് ഓൺ ദ ക്രോസ്. എനിക്ക് ആകെ ഒരു കാര്യം അറിയുള്ളൂ, ക്രൂശിതനായ ക്രിസ്തു, നത്തിങ് എൽസ്. പക്ഷെ അതൊരു ഭയങ്കര ജ്ഞാനമാണ്. ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് ഭയങ്കര ജ്ഞാനമാണ്. ആ ക്രൂശിനെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അവർ പ്രോബ്ലംസ് ആർ സോൾവ്. നമുക്ക് പിന്നെ ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഏത് പ്രോബ്ലവും കർത്താവിന്റെ ക്രൂശിൽ തീർന്നു. ആ ഒരു നോളജാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത്. എന്നിട്ട് പൗലോസ് പറയാണ്, ഞാൻ അങ്ങനെ ബലഹീനനായിട്ട്, ഒന്നുമില്ലാത്തവനായിട്ട്, ഒരു ജ്ഞാനവും ഇല്ലാത്തതുണ്ട്. ഒത്തിരി ജ്ഞാനം ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ ഒരു ജ്ഞാനവും ഇല്ലാത്തവനായിട്ട് ഞാൻ നിന്നു. വിറയലോട് നിന്നു. എന്തിനാ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടി ഇരുന്നത്? വാട്ട് വാസ് ദ റീസൺ? എന്തായിരുന്നു അത്രയും നടുങ്ങാനും ഭയപ്പെടാനുള്ള കാരണം? എന്തായിരുന്നു? 4-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊരു മനുഷ്യനോട് സുവിശേഷം പറയുമ്പം, ഓക്കെ, നമ്മുടെ ജ്ഞാനം കൊണ്ട് ചിലപ്പോൾ അവനെ നമ്മൾ വശീകരിച്ചെടുക്കാൻ ശ്രമിക്കും. മനസ്സിലാകുന്നുണ്ടോ? ജ്ഞാനം കൊണ്ട് വശീകരിച്ചെടുക്കാൻ ശ്രമിക്കും. ഓക്കെ, അതെങ്ങനെയാണ്? നല്ലൊരു ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും വശീകരണ വാക്കുകൾ ഉപയോഗിച്ച്, വശീകരണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബുദ്ധിപരമായിട്ട് സ്വാധീനിച്ച് അവന് ഇംപ്രഷൻ. നമ്മൾ എന്തിനാ ഈ തർക്കവാദങ്ങൾ നടത്തുന്ന? ഫേസ്ബുക്കില് എവിടെ നോക്കിയാലും ഡോക്ടറിനൽ യുദ്ധങ്ങളാണ്. കർത്താവ് എപ്പോ വരും ഒരു വലിയ വിഷയം, ത്രിയേക ദൈവം ഒരു വലിയ വിഷയം. ഇങ്ങനെ വിഷയങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കും ആൾക്കാർ, അതിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവർ വിചാരിക്കുന്നത് എന്നാന്നറിയോ? ഈ തർക്കിച്ച് എന്റെ ജ്ഞാനം കൊണ്ട് ഞാനൊരു ഉപദേശം സ്ഥാപിക്കാൻ പോകാമെന്ന്. ഈ ജ്ഞാനം കൊണ്ട് ആരെ നന്നാക്കാൻ പറ്റില്ല എന്ന് വരേണ്ടതിന് പൗലോസ് പറയാണ്, ഞാൻ വിറയലോട് കൂടിയാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം എന്താ? വിറയ്ക്കുന്ന എന്തിനാ? ഇനി അഥവാ എന്റെ ജ്ഞാനമെങ്ങാനും ഒരുത്തനെ ഇതിനകത്ത് കുപ്പിയിൽ ഇറക്കുന്നവരാവുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. എന്നിട്ട് പൗലോസ് പറയുവാ,
ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെടാവുന്നു. ഒരിക്കലും എന്റെ വാക്കുകൊണ്ട് രക്ഷിക്കപ്പെടരുത്. എന്റെ വാക്കുകൊണ്ട് ഒരാൾ ഇതിനകത്ത് വരരുത്. അങ്ങനെ രക്ഷ ഒരിക്കലും വരില്ല. സഭയ്ക്കകത്തേക്ക് ഒരാൾ എന്റെ വാക്ക് കേട്ട് വരരുത്. ദൈവത്തിന്റെ ശക്തി അവരെ രൂപാന്തരപ്പെടുത്തിയിട്ട് മാത്രമേ വരാവുള്ളൂ. അപ്പം ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും അറിവില്ലാത്തവനായിട്ട് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത വാക്യം. അപ്പൊ ദൈവത്തിന്റെ ശക്തിയാലാണ് ഒരാൾ മാനസാന്തരപ്പെട്ട് വരേണ്ടത് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? നമ്മൾ ക്രൂശിന്റെ വചനം മാത്രമേ പറയുള്ളൂ. ക്രൂശിന്റെ വചനം മാത്രമേ പറയുള്ളൂ. കാരണം ഒരുത്തിനെ രക്ഷിക്കുന്നത് ആ വചനമാണ്. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് എപ്പോഴും ക്രൂശിന്റെ വചനമാണ്, ക്രൂശിലൂടെയുള്ള വീണ്ടെടുപ്പാണ്. അപ്പൊ നമ്മുടെ ജ്ഞാനമല്ല, നമ്മുടെ ജ്ഞാനം അവിടെ വരരുത്. നത്തിങ് ദാറ്റ് ഐ അറ്റൈൻഡ് ഫ്രം ദിസ് വേൾഡ് ഷാൽ കം ഇൻ ദ മിഡിൽ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ ഇടയിൽ ഇതൊന്നും കയറി വരരുത്. അത്രയും അറിവില്ലാത്തവനും ജ്ഞാനമില്ലാത്തവനുമായിട്ടിരിക്കണം. അപ്പൊ പൗലോസ് ശരിക്കും കൊരിന്ത് സഭക്കാരുടെ പറയാനുള്ള കാരണം, ഈ കൊരിന്ത് സഭയിൽ ഒത്തിരി പ്രസംഗകർ ഇറങ്ങിയായിരുന്നു. എല്ലാം മനുഷ്യജ്ഞാനമാണ്. അത് അങ്ങ് ഇറങ്ങിയിട്ട് ആൾക്കാരെ വശീകരിച്ച് പൗലോസിന്റെ ആൾക്കാര്, അപ്പൊല്ലോസിന്റെ ആൾക്കാര്, കേഫാവിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് പലതരം ഗ്രൂപ്പുകളായിട്ട് തിരിച്ച്, ഈ കേഫായൊന്നും അവിടെ സ്ഥലത്ത് പോലും ഇല്ല, പക്ഷെ എന്നാലും കേഫാവിന്റെ ആൾക്കാരുണ്ട്. അങ്ങനെ ഈ ആളുകൾ ഒന്ന് പ്രസംഗിച്ച് പലതരത്തിലുള്ള ശൈലികൾ പ്രയോഗിച്ച് ആൾക്കാരെ ഇംപ്രസ് ചെയ്യിപ്പിച്ച് നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയിപ്പിച്ച് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളിൽ ആൾക്കാരെ സംഘടിപ്പിച്ച് ഗ്രൂപ്പുകളായി മാറുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ അല്ലായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു വചനവും, ഞങ്ങൾ ഇംപ്രസ് ചെയ്യാനുള്ള ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് അല്ലാതെ യാതൊന്നും ഞങ്ങൾക്ക് അറിയണമെന്നുമില്ല. കാരണം അത് പ്രസംഗിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തിയാൽ ആളുകൾ രക്ഷിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത്. ഇന്ന് സ്ട്രാറ്റജി, നോർത്ത് ഇന്ത്യ നേടാൻ സ്ട്രാറ്റജി, അയൽവക്കങ്ങളോട് പറയാൻ സ്ട്രാറ്റജി, മനുഷ്യന്റെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രങ്ങൾ, അല്ലെ? തന്ത്രങ്ങൾ രൂപപ്പെടുത്തി സുവിശേഷം പറഞ്ഞാൽ ആൾക്കാർ വരുമായിരിക്കാം, പക്ഷെ വീണ്ടെടുക്കപ്പെട്ടവരാകണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന്റെ ശക്തിക്ക് മാത്രമേ ആളുകളെ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ എന്നീ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കുന്നു. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല. ഓ, പൗലോസ് ആള് കൊള്ളാട്ടോ, എന്ത് ജ്ഞാനമാകട്ടോ എന്ന് കേൾപ്പിച്ചോണ്ടല്ല. പിന്നെ എങ്ങനെയാണ്? ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനമായിരുന്നു. ആളുകളെ മാറ്റുന്ന ദൈവത്തിന്റെ ശക്തിയായിരുന്നു. ഇത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത്, അല്ലെ? നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ദ റിയൽ ഗോസ്പൽ, ക്രിസ്തുവിന്റെ ശക്തി, അവനെ വീണ്ടെടുക്കാനുള്ള ശക്തി, നമ്മളെ വിശുദ്ധീകരിച്ച് പിതാവിന്റെ സന്നിധിയിൽ നിർത്തുവാനുള്ള ശക്തി, അവിടെ ഫോക്കസ് ഇല്ല. വി ആർ നോട്ട് ഫോക്കസിങ് there. We are not there. നമ്മൾ അവിടെ ഇല്ല. ആൻഡ് ദാറ്റ്സ് എ റിയൽ വറി. ദിസ് എ റിയൽ പ്രോബ്ലം. ഇന്ന് മുഴുവൻ മനുഷ്യർ, അവർ പഠിക്കുന്ന ശാസ്ത്രങ്ങൾ, ബൈബിൾ കോളേജിലെ പഠനങ്ങൾ, ഇങ്ങനെ മാനുഷികമായ ഒരു സുവിശേഷമാണ് നമ്മളുടെ എല്ലാം സ്പ്രെഡ് ചെയ്യുന്നത്. ഇവിടെ പറയുന്ന എല്ലാ മഹത്വവും, എന്തിന്റെ എല്ലാം മഹത്വമാണ് ദൈവത്തിന് പോകേണ്ടതെന്ന് അറിയാമോ? അതിന്റെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യത്തിന്റെ മഹത്വമാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത്, മനുഷ്യർക്ക് എടുക്കാൻ പാടില്ലാത്തത്? 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലാണ് ലിസ്റ്റ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? 29-30. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. എന്താ കർത്താവ് ചെയ്തത് അങ്ങനെ പ്രശംസിക്കാതിരിക്കാൻ വേണ്ടി? നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി. അപ്പൊ ഒന്നിലും പുകഴാനില്ല. നമുക്ക് ജ്ഞാനം, ക്രിസ്തുവിന്റെ ജ്ഞാനമല്ലാതെ വേറെ ഒന്നും ഗുണമുള്ളതില്ല. നീതീകരണം, നമ്മുടെ നീതി പ്രവൃത്തികളൊന്നും ഫലം ചെയ്യത്തില്ല. ക്രിസ്തുവിന്റെ നീതി വിശ്വാസത്താൽ നമ്മളിലേക്ക് വരണം. വിശുദ്ധീകരണം, എഗെയിൻ നമുക്ക് പുകഴാനില്ല. ഇതെല്ലാം ക്രിസ്തു അങ്ങനെ ആയി തീരുകയായിരുന്നു. ഹി ബിക്കെയിം ടു us. അപ്പം പുകഴാൻ ഒരു ജഡത്തിനും കഴിയാത്ത രീതിയിലാണ് നമ്മുടെ രക്ഷ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈവൻ റിഡംഷൻ, വീണ്ടെടുപ്പ്, നമ്മുടെ ശരീരങ്ങളുടെ പുനരുത്ഥാനം, നമുക്കൊന്നും പുകഴാനില്ല. നമ്മുടേതായ ഒന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ദൈവത്തിന്റെ രക്ഷ നമ്മൾ അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രക്ഷയാണ് ശരിക്കും ഇവിടെ പ്രസ്താവിക്കപ്പെടേണ്ടത്. ആളുകളോട് നമ്മൾ പങ്കുവെക്കേണ്ടത്, പറയേണ്ടത് ആ ഒരു രക്ഷയുടെ വചനമാണ്. ഓക്കെ, അടുത്ത വാക്യം നോക്കിയേ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്.
അപ്പം ജ്ഞാനത്തെ പൂർണ്ണമായിട്ടും കൈവിട്ടിട്ടല്ല പൗലോസ് സംസാരിക്കുന്നത്. ലോകജ്ഞാനത്തെ പൂർണ്ണമായിട്ടും വിട്ടിട്ടാണ്. എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷം പറയുമ്പോൾ അതിനകത്ത് ഒരു ജ്ഞാനവും ഉള്ളതുപോലെ നമുക്ക് തോന്നില്ല. കാരണം അത് വെറും ഭോഷത്വമായിട്ടാണ് ലോകത്തിന് അനുഭവപ്പെടുകയുള്ളൂ. ഓക്കെ. എന്നാൽ ക്രിസ്തുവിൽ ജ്ഞാനം വർദ്ധിച്ചു വരുമ്പോൾ, അവന്റെ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ, അത് ലോകത്തിന്റെ ജ്ഞാനത്തെക്കാളും ഉന്നതമായ ഒരു ജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജ്ഞാനം ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തിന്റെ ജ്ഞാനം പോലെയല്ല. അത് എല്ലാ വിശ്വാസികളോടും പറയാൻ കഴിയില്ല. അപ്പൊ ക്രിസ്തുവിന്റെ ജ്ഞാനം റിസീവ് ചെയ്യുന്ന ഒരു കൂട്ടം വിശ്വാസികളുണ്ട്, എല്ലാവരും ഇല്ല. പണ്ട് ഞാൻ ഇത് നമുക്ക് 1-2 എക്സാമ്പിൾസ് വഴി പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഒരു മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞു, ഒരു പ്രവാചകൻ, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം മാറാൻ പോകുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ തലം? അപ്പൊ പുള്ളി പറഞ്ഞു, 200 പേരോട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ 2000 പേരോട് സംസാരിക്കും. ഞാൻ പറഞ്ഞു, അതൊരു പ്രൊമോഷൻ അല്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ 200 പേരോട് സംസാരിക്കുന്നത് 2000 മാറിയുള്ള കുഴപ്പം എന്താ? ഇപ്പൊ ഇവിടെ 52 പേരേ ഉള്ളൂ. 52 പേരല്ല, 52 ക്യാമറ. ഇത് 5000 ആയുള്ള കുഴപ്പം എന്താ? ഒരു വലിയ കുഴപ്പമുണ്ട്, എല്ലാം പറയാൻ പറ്റില്ല, ഒരു ക്രൗഡായി പോകും. അപ്പൊ ശരിക്കും ജ്ഞാനം പറയാൻ പറ്റില്ല, ക്രിസ്തുവിലുള്ള പരിജ്ഞാനം പറയാൻ പറ്റില്ല. നമുക്ക് ഈ കൊരിന്ത് സഭക്കാരോട് പറയുന്ന പോലെ ബേസിക്സ് മാത്രമേ പറയാൻ പറ്റൂ. അതാണോ പ്രൊമോഷൻ? അതല്ല പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അവസ്ഥ, അതായത് ഒത്തിരി പുരുഷാരം കേൾക്കുന്നുണ്ട്, പക്ഷെ കർത്താവിന് ഇൻട്രസ്റ്റ് പുരുഷാരത്തിലല്ല. മറുരൂപമലയിൽ അവന്റെ കൂടെ കയറിപ്പോയ 3 ശിഷ്യന്മാരില്ല, അല്ലെങ്കിൽ അവന്റെ ജീവന്റെ വചനം കേൾക്കുന്ന 12 ശിഷ്യന്മാരില്ല, അല്ലെങ്കിൽ ഒരു ശമര്യാക്കാരി സ്ത്രീയില്ല, അല്ലെങ്കിൽ ഒരു നദനേലില്ല. അവിടെയാണ് ഇൻട്രസ്റ്റ് മുഴുവൻ കിടക്കുന്നത്. അപ്പൊ ശരിക്കും പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ തന്നെ മിനിസ്റ്റർ എങ്ങോട്ടാ പ്രൊമോട്ടഡ് ആകുന്നത്? വലിയൊരു ജനക്കൂട്ടത്തിൽ നിന്ന് അവന്റെ പിന്നാലെ നടക്കുന്ന ശിഷ്യന്മാരിലേക്കാണ് ആ ശുശ്രൂഷ വളരുന്നത്. 200-ൽ നിന്ന് 2000-ലേക്കല്ല, 200-ൽ നിന്ന് 20-ലേക്കാണ് ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ വളരുന്നത്. ലോകത്തിന്റെ വ്യവസ്ഥ പോലെ അല്ല ഇത്, നേരെ റിവേഴ്സാണ്. അപ്പൊ ആൾക്കൂട്ടം കൂടുന്നിടത്തല്ല, ക്രിസ്തുവിന്റെ പരിജ്ഞാനം പ്രസംഗിക്കുന്നിടത്തേക്കാണ് അവന്റെ ശിഷ്യന്മാരടുത്ത് ചെല്ലുന്നത്. ഓക്കെ, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഞങ്ങൾ ഒരിടത്തും ഈ ലോകത്തിന്റെ ജ്ഞാനം പ്രസംഗിക്കാറില്ല. പിന്നെ എന്താണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്? പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്ര മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അതെന്തോ അത്? വാട്ട് ഈസ് ഇറ്റ്? എന്താ നമ്മൾ ഈ പ്രസംഗ വിഷയം? വാട്ട്സ് അവർ ടോപ്പിക്? എന്തായി മറഞ്ഞിരുന്നത് ഇപ്പൊ വെളിപ്പെട്ടത്? ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം. ആരാ ദൈവത്തിന്റെ ജ്ഞാനം? നമുക്കായി നൽകപ്പെട്ട ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനം. അവൻ നമുക്ക് ജ്ഞാനമായി മാറിയെന്നാണ് നമ്മൾ 1:30 വായിച്ചതല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് ഇത് മറിഞ്ഞിരിക്കുകയായിരുന്നു ദൈവത്തിന്റെ ജ്ഞാനം എന്താന്നുള്ളത്. അത് വെളിപ്പെട്ടത് ക്രിസ്തുവിനെ ദൈവം നമുക്കായിട്ട് തന്നപ്പോഴാണ്. അവനിലൂടെ ഉണ്ടായ ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ജ്ഞാനം ക്രിസ്തു തന്നെയാണ്. അപ്പൊ ഏത് പ്രസംഗത്തിലും, പഴയ നിയമം എടുത്താലും പുതിയ നിയമം എടുത്താലും, എന്റെ ഫോക്കസ് എന്ന് പറയുന്ന ക്രിസ്തു അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ ജ്ഞാനമല്ല, അത് മനുഷ്യരുടെ വശീകരണ വാക്കാണ്. വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചല്ല പറയുന്നതെങ്കിൽ അത് യഥാർത്ഥ വിശുദ്ധീകരണമല്ല, അവന്റെ ലൈഫാണ് നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ എന്തായിരുന്നു ആ ജ്ഞാനം? അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ ക്രിസ്തുവിനെ ക്രൂശിക്കില്ലായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ മറിഞ്ഞിരുന്ന ജ്ഞാനം എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ക്രിസ്തു ആയിരുന്നു എന്നാ പറഞ്ഞല്ലേ. അവരാ മറിഞ്ഞിരുന്ന ജ്ഞാനമാണ്, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ജ്ഞാനമാണ് ഈ വെളിപ്പെട്ടിരിക്കുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ക്രിസ്തുവിനെ ക്രൂശിക്കില്ലായിരുന്നു. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. അതിന് കാരണം എന്താണെന്നറിയാം?
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. സഹോദരങ്ങളെ, എന്തായി സാധനം? ഞാൻ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ ദൈവം തന്റെ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. അപ്പൊ തന്നെ ഞാനൊരു മാരുതി കാർ വാങ്ങിക്കാൻ വേണ്ടി നടക്കുമായിരുന്നു 800. പക്ഷെ ദൈവം എനിക്കൊരു ഇന്നോവ തന്ന് അനുഗ്രഹിച്ച ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടുള്ളത്. നിങ്ങൾ എന്താ വിചാരിച്ചു? ഇന്നോവ ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്നോ? ഇത് എവിടെ നോക്കിയാലും അതേ ഉള്ളൂ. ഒരുത്തന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇന്നോവയാണ് ഒരുത്തന്റെ ഹൃദയത്തിൽ തോന്നാത്ത സാധനം. അത് ആരുടെയൊക്കെ ഹൃദയത്തിൽ തോന്നിയുണ്ടല്ലേ ഇതിലെ ഓടി നടക്കുന്നത്. ഇതെന്താ ഒരുത്തന്റെ ഹൃദയത്തിൽ തോന്നാതിരുന്ന? എന്തോ ദൈവത്തിന്റെ മറഞ്ഞിരുന്ന ജ്ഞാനം ക്രിസ്തു ആണെന്നുള്ളതാണ്. അത് ഒരുത്തന്റെ ഹൃദയത്തിൽ തോന്നിയില്ല. അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ ക്രൂശിച്ചു. അപ്പൊ ക്രിസ്തുവിനെ ക്രൂശിക്കാനുള്ള കാരണം അവരത് അറിഞ്ഞിരുന്നെങ്കിൽ, എന്താണ് ദൈവം നമുക്ക് നൽകിയതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൈവം എന്താണ് നമുക്ക് വേണ്ടി മുന്നൊരുക്കിയതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രിസ്തുവിനെ ക്രൂശിക്കില്ലായിരുന്നു. പക്ഷെ അവർ ക്രിസ്തുവിനെ ക്രൂശിച്ചു. അതിന്റെ കാര്യം അവരത് അറിഞ്ഞില്ല. എന്താണെന്ന് അറിഞ്ഞില്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് ആ ജ്ഞാനം ഗ്രഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ക്രിസ്തുവിന്റെ ജ്ഞാനം അവർക്ക് ഇടർച്ചയായിട്ടാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് അവർക്ക് ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു. തേജസിന്റെ ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു. ആ തേജസിന്റെ ക്രിസ്തുവിനെ എന്ന് പറയുമ്പോൾ തേജസിന്റെ കർത്താവിനെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ തൊട്ടു മുമ്പുള്ള വാക്യത്തിലേക്ക് പോകണം. അവിടെ പറയുന്ന 7-ാം വാക്യം, ദൈവം ലോകം സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതാ. അതാ അതിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. വി ആർ ഓൾ ഗോയിങ് ടു ദാറ്റ് പരിജ്ഞാനം, തേജസ് എന്ന പരിജ്ഞാനം. അപ്പൊ ക്രിസ്തുവിനെ നമുക്കായി നിർത്തി, അവനായിരുന്നു നമ്മുടെ തേജസ് എന്നുള്ള പരിജ്ഞാനം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് തേജസിന്റെ ക്രിസ്തുവിനെ ക്രൂശിക്കില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു പ്രോഫസി ആയിരുന്നു. എന്തായിരുന്നു ആ പ്രോഫസി? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്താണോ ഒരുക്കിയിരിക്കുന്നത് അത് ഈ ലോകത്തിന് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആ പ്രോഫസി. The world is not going to know what he has prepared for the saints. അത് ലോകം അറിയണ്ട എന്ന് കർത്താവ് തീരുമാനിച്ചു. അത് മറച്ചു വെക്കാൻ തീരുമാനിച്ചു. അത് അപ്പോസ്തലന്മാരുടെ വെളിപ്പെട്ടാൽ മതി എന്ന് തീരുമാനിച്ചു. അത്ര മഹത്വമേറിയ ജ്ഞാനമാണ് ക്രിസ്തുവിന്റെ ജ്ഞാനം. ഓരോ പ്രാവശ്യവും ബൈബിൾ വായിക്കുമ്പോൾ, വേദോസ്തവം വായിക്കുമ്പോൾ അവന്റെ അമേസിങ് റെവലേഷൻ ഓഫ് ട്രൂത്ത്, ആരാണ് കർത്താവ് എന്നുള്ള വെളിപ്പാട്, ഇറ്റ്സ് അമേസിങ്. ഇന്ന് ഇത് വായിക്കുമ്പോഴും പല കാര്യങ്ങളും എനിക്ക് പുതിയതാണ്. ഈ തേജസ്, 7-ാം വാക്യത്തിലെ തേജസ്, അത് പരിജ്ഞാനമായി മാറുന്നത്. അവർ തേജസിന്റെ ക്രിസ്തു ആയിരുന്നു. അതായിരുന്നു നമ്മുടെ തേജസ്സായിരുന്നു. അത് നമ്മുടെ തേജസ്സിനായിട്ടാണ് ക്രിസ്തുവിനെ മുൻനിയമിച്ചത്. ആ തേജസിന്റെ ക്രിസ്തുവിനാണ് അവർ ക്രൂശിച്ചത്. അവർക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാതായിപ്പോയി. They didn't know that this is the same glory that we are going to receive. 10-ാം വാക്യം. എന്നാൽ പ്രഭുക്കന്മാർക്ക് അത് അറിഞ്ഞില്ല. പ്രഭുക്കന്മാർക്ക് അത് അറിയാൻ വഴിയില്ലായിരുന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്തു? തന്റെ ആത്മാവിനാൽ അത് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ഏത് സുവിശേഷം അന്ത്യകാലത്ത് വന്നാലും ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന, അവന്റെ ക്രൂശിൽ നിന്ന് ലഭിക്കുന്ന പരിജ്ഞാനമല്ലാതെ ഉള്ളതെല്ലാം മാനുഷികമാണ്, ദൈവികമല്ല. മനുഷ്യജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അതിൽ ദൈവത്തിന്റെ സ്റ്റാമ്പ് ഇല്ലാത്ത കാര്യങ്ങളാണ് അതെല്ലാം എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവേചനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. എന്താണ് വിവേചനം? ഈ ശരിയായ ശുശ്രൂഷകൾ എന്താണെന്നാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ട്രൂ ഒത്തന്റിക് മിനിസ്ട്രി. പത്രോസിന്റെ 2 നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം വായിച്ചത്. 1 പഠിച്ചു കഴിഞ്ഞ് 2-ാമത്തെ നോക്കി. 2-ാമത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഇതിനെതിരെ വരുന്ന ആളുകളെ കുറിച്ചാണ്, അന്ത്യകാലത്തെ വാണിംഗ് ആണ്. എന്നാൽ നമ്മൾ വിശ്വാസികൾ, സുവിശേഷകർ എന്നുള്ള നിലയ്ക്ക് ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിലേക്കാണ് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായം പോകുന്നത്. ഓക്കെ, എന്താണ് ഈ ആത്മാവിന്റെ പ്രത്യേകത? എന്തിനാണ് ആത്മാവ് വരുന്നത്? നമുക്കോ ദൈവം അവന്റെ ആത്മാവിനാൽ സകലവും വെളിപ്പെടുത്തി. അപ്പൊ ദൈവിക ജ്ഞാനം എങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ?
ദൈവിക ജ്ഞാനം ആത്മാവിൽ നിന്ന് മാത്രം ഉണ്ടാവുള്ളൂ. കാരണം മനുഷ്യനെ കുറിച്ച് അറിയണേ മനുഷ്യന്റെ ആത്മാവാണ്. എന്നാൽ ദൈവത്തെ കുറിച്ച് അറിയാൻ ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ പറ്റില്ല. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ ആരറിയും? 10-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പൊ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും സകലത്തെയും ദൈവത്തിന്റെ ആത്മാവ് ആരായുന്നു. ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെ കുറിച്ചും ദൈവത്തിന്റെ ആത്മാവിന് ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടുണ്ടായി. ഈ മീറ്റിങ്ങിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്തായിരിക്കും ചിന്തിക്കുന്നത്? അതാണ് ഞാൻ അറിയേണ്ടത്. ഞാൻ പ്രസംഗിക്കുന്ന വചനങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നുള്ളതുകൊണ്ട് ഓക്കെ. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല. ഒരു ശുശ്രൂഷകൻ നിൽക്കുമ്പോൾ അവനെ ആലോചിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ദൈവ ആത്മാവ് സകലത്തെ, ഞാൻ ചെയ്യുന്ന സകലത്തെയും വിവേചിക്കുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്ന ഓരോന്നിനെയും വിവേചിക്കണം. അതുപോലെ ദൈവത്തിന്റെ ആഴങ്ങൾ എനിക്ക് കാണിച്ചു തരണം. അവന്റെ ഹൃദയത്തിനകത്ത് എന്താണ് അവൻ ചിന്തിക്കുന്നതെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരുവാണ് ആത്മാവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു നോ എവറിത്തിങ് അബൌട്ട് ഗോഡ്. ദൈവത്തെ കുറിച്ചുള്ള എല്ലാം നമ്മൾ അറിയാൻ പോവാന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞു തീരില്ല. അറിഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും നമുക്ക് പുതുതായിട്ട് അറിയാനുണ്ടാവും. ആ ജ്ഞാനമാണ് ജീവൻ എന്ന് പറയുന്നത്. നമ്മൾ എന്നും ദൈവത്തിന്റെ ആ സ്നേഹം, കരുണ, അവന്റെ മഹത്വം നമ്മൾ ഓരോ ദിവസവും നിത്യതയിലും നമ്മളത് ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. വി നെവർ സ്റ്റോപ്പ് നോയിങ്, വി നെവർ സ്റ്റോപ്പ് ലേണിങ്. നമ്മൾ എപ്പോഴും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ നമുക്കത് മനസ്സിലാക്കാം. കാരണം ദൈവത്തിന്റെ ആത്മാവിനെ പൂർണ്ണമായിട്ട് അറിയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ദെർ വിൽ ബി ആൻ ഇൻക്രീസിംഗ് നോളജ് അബൌട്ട് ഗോഡ് ഇൻ ഇറ്റേണിറ്റി. ഇവിടെ പറയുന്നത് ദൈവത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ മാത്രമേ ആരായാൻ പറ്റുള്ളൂ എങ്കിൽ മനുഷ്യനെ കുറിച്ച് അവന്റെ ഉള്ളിലുള്ള മനുഷ്യാത്മാവല്ലാതെ ആർക്കാണ് പറയാൻ പറ്റുന്നത്? അപ്പൊ മനുഷ്യാത്മാവിന് മനുഷ്യനെ വെളിപ്പെടുത്തി തരാൻ പറ്റും. എന്നാൽ ദൈവാത്മാവിന് മാത്രമേ ദൈവത്തിന്റെ ആഴങ്ങളെ ആരായാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്. വചനത്തിൽ നിന്നല്ല, വ്യാഖ്യാനത്തിലേക്ക് പോവാം. ഈ സൈക്കാട്രിസ്റ്റുകൾ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? സൈക്കാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ. ഞങ്ങളുടെ ചർച്ചയിൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോ അദ്ദേഹം വളരെയധികം വിശ്വാസത്തിന്റെ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്തു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് സ്ട്രഗിൾ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം, ഈ സൈക്കോളജി വെച്ച്, മനുഷ്യന്റെ മനസ്സ് വെച്ച് നമുക്ക് മനുഷ്യനെ ആരായാൻ പറ്റും. ആരാഞ്ഞ് നോക്കുമ്പോൾ അവിടെ ദൈവമില്ല, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഈ സൈക്കോളജിസ്റ്റുകൾ അത്ര ചെയ്യാൻ പറ്റും. മനുഷ്യന്റെ മനസ്സിനാണ് അവർ ഡീൽ ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അവനെ കൈകാര്യം ചെയ്യാൻ മനഃശാസ്ത്രത്തിന് പറ്റില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ വിവേചിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരാളെ വിവേചിക്കാൻ ആർക്കും കഴിയില്ല. ഓക്കെ, ആത്മീകനെ വിവേചിക്കാൻ ഒരു മനഃശാസ്ത്രജ്ഞനും കഴിയില്ല. മനുഷ്യനിലുള്ളത് അവന്റെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അതുപോലെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പൊ ദൈവത്തെ അറിയാനുള്ള വഴി എന്താണ്? ആത്മാവിൽ നിന്ന് അറിയുക എന്നുള്ളതാണ്. ജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അവനിൽ നിന്ന് കേൾക്കുക എന്നുള്ളതാണ്. അവന്റെ വഴി നടക്കുക എന്നുള്ളതാണ്. വേറെ കർത്താവിനെ കുറിച്ച് അറിയാൻ ഒരു വഴിയില്ല. കർത്താവിനെ കുറിച്ച് അറിയാൻ പല ഷോർട്ട് കട്ടുകളുണ്ട്. ഒന്ന് ബൈബിൾ കോളേജിൽ പോകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഏറ്റവും നല്ല വഴി അതല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് ദ റിയൽ വേ. ഇപ്പൊ ഞാൻ കർത്താവിനോട്, എന്റെ അപ്പൻ എന്നോട് പറയാണ്, എടാ രാവിലെ പോയി ഒരു ഗ്ലാസ് പാല് മേടിച്ചു, ഒരു പാക്കറ്റ് പാല് മേടിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം ശരി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അപ്പന് പാല് മേടിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. ശരി, പോയേക്കാം എന്ന് വിചാരിച്ചാൽ എനിക്ക് അടുത്ത് കിട്ടും, കൽപ്പന കിട്ടും. എടാ അടുത്ത് ആ പാത്രം ഒന്ന് കഴുകി വെച്ചേക്കാം എന്ന് ചിലപ്പോൾ പറയുമായിരുന്നു. ചെയ്യുവാണ്, ചെയ്യാം. അങ്ങനെ ഇയാളുടെ ഉള്ളിലിരിപ്പ് എല്ലാം മനസ്സിലാവും. അങ്ങനെയാണല്ലോ അപ്പനെ അമ്മയൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? അവർ പറയുന്ന കേട്ടും അനുസരിച്ചും കൂടെ വസിച്ചും ഒക്കെ അല്ലേ പഠിച്ചത്. ഓക്കെ, ഇനി ഇങ്ങനെ പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എങ്ങനെയാണെന്നറിയാം? എടാ പോയി ഒരു പാക്കറ്റ് പാല് മേടിച്ചിട്ടുണ്ടെന്ന് ഈ മിണ്ടുന്നില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അപ്പന് ഒരു പാക്കറ്റ് പാല് രാവിലെ വേണം. 11 മണിയായപ്പോ ഇവന് മടുത്തു, പുതിയ പ്രസംഗം കേൾക്കണം. അപ്പൻ ചോദിക്കും, അപ്പ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ചോദിക്കും, രാവിലത്തെ പാല് എന്ത് നീ കൊണ്ടുവന്നോ? ഇല്ല, അത് പോയില്ല. പിന്നെ എന്തിനാ ഇപ്പം രണ്ടാമത് വന്നേക്കുന്നത്? അല്ല, അപ്പൻ എന്തെല്ലാം പറയും എന്നൊന്ന് അറിയാൻ വേണ്ടിയാ. ഇങ്ങനെ വചനം പഠിക്കുന്നവരുണ്ട്. മനസ്സിലായി കാണുമല്ലോ അല്ലേ?
നമുക്ക് കർത്താവ് എന്തെല്ലാം പറയും എന്നറിഞ്ഞാൽ മതി. അങ്ങനെ പറയും എന്നറിയാൻ ചെല്ലുമ്പോൾ കർത്താവ് നമുക്കൊന്നും പഠിപ്പിക്കും. അങ്ങനെ ചെല്ലുന്നവരുടെ കർത്താവ് ഒന്നും പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ ബുദ്ധി കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം അവസാനം കർത്താവിൽ എത്തില്ല. അതാണ് അതിന്റെ ഏറ്റവും ഭയങ്കരമായ ക്രൈസിസ്. കാരണം കർത്താവർക്ക് വെളിപ്പെടുത്തില്ല. കാരണം കർത്താവ് നീ എന്തിനാ അറിയുന്നേ? അത് ചുമ്മാ പഠിക്കാൻ വേണ്ടി റിസർച്ച് എക്സാമിനേഷനാണ് കർത്താവിനെ കുറിച്ച്. ഡിഗ്രി എന്താണെന്നറിയോ? മാസ്റ്റർ ഓഫ് ഡിഗ്നിറ്റി, ദൈവത്വത്തിന്റെ ആശ. മാസ്റ്റർ ഓഫ് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അതാ അർത്ഥം. എനിക്ക് കൊണ്ടുവരണം MD, ദൈവത്വത്തിന്റെ ആശ. അതാണ് എന്റെ അർത്ഥം. എന്ത് ചെയ്യും? ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് കർത്താവിനെ അറിയാൻ പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ദൈവത്തെ കാണിച്ചു തരാൻ പറ്റുള്ളൂ, നമ്മുടെ ബുദ്ധിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതും മനസ്സിലായത് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ജ്ഞാനം വിട്ട്, ലോകത്തിന്റെ ജ്ഞാനം വിട്ട് കർത്താവിന്റെ പരിജ്ഞാനത്തിൽ നടക്കണമെങ്കിൽ ഒരു ക്രൂശ് നമ്മളെ തകർക്കണം എന്നുള്ള കാര്യം, അവന്റെ ശബ്ദം നമ്മൾ കേൾക്കാൻ നമുക്ക് ചെവി ലഭിക്കണമെങ്കിൽ പോലും ക്രോസ് ഹാസ് ടു ബ്രേക്ക് us. നമ്മളെ ആ ക്രൂശ് തകർക്കണം. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ ആത്മാവില്ലാതെ നമുക്ക് ഒന്നും വിവേചിക്കാൻ കഴിയില്ല. ആത്മാവുള്ളവർക്ക് സകലത്തിനും വിവേചിക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ വിവേചനം എന്ന് പറയുന്നത്, നമ്മളൊരു മനുഷ്യനെ കണ്ടപ്പം പല ആൾക്കാരും പറയാറുണ്ട്, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ചേസ് പാസ്റ്റിന് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണ്, ഇറ്റ്സ് വെരി ഈസി ടു ചീറ്റ് യു, നിങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന് വേണ്ടത് കുശാഗ്ര ബുദ്ധിയാണ്. ഒരു മനുഷ്യൻ നമ്മളെ പറ്റിക്കുവാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടതിനെ ആത്മവിവേചനം എന്നല്ല പറയുന്നത്, അതിനെ കുശാഗ്ര ബുദ്ധി എന്ന് പറയുന്നത്. അത് ലോകത്തിലുള്ള ചില ആൾക്കാർക്ക് നമ്മളെക്കാളൊക്കെ ഒത്തിരി കൂടുതലുണ്ട്. അവർക്ക് ചിലരെ കാണുമ്പോഴായിരിക്കും തട്ടിപ്പാകട്ടോ ഊടായ്പ, നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല എന്നറിയത്തില്ല, ഈ ഊടായ്പൊക്കെ അറിയാവുന്നവർക്ക് എല്ലാം മനസ്സിലാവും. അപ്പോ അതിനെ നമ്മൾ ആത്മീക വിവേചനം എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ എന്താ പറയുന്നത്, ലോകത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന പരിജ്ഞാനമാണ്. എന്നാൽ അതല്ല ആത്മാവിലുള്ള വിവേചനം. ആത്മാവിലുള്ള വിവേചനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്റ്റേജിലേക്ക് നിന്നിട്ട് വർത്തമാനം പറഞ്ഞു തുടങ്ങുന്നു, ഇത് ആ മനുഷ്യനാണോ, ഇത് ദൈവാത്മാവാണോ, ഇത് ഏത് ആത്മാവിനാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്, അത് നമ്മൾ വിവേചിച്ചേ പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾ, പ്രവാചകന്മാർ, ഇവരെ വിവേചിക്കാൻ എങ്ങനെ നമ്മൾ വിവേചിക്കേണ്ടത്? ഒന്ന് രണ്ട് എക്സ്പീരിയൻസസ് ഞാൻ പറയാം. എന്നെ കർത്താവ് പഠിപ്പിച്ച ഒന്ന് രണ്ട് എക്സ്പീരിയൻസസ്. ഞാൻ ഇവരുടെ ഒരു ശുശ്രൂഷ 2001 ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച അവസാന വർഷം ഒരു സഭയിൽ ഞങ്ങൾ ഈവാഞ്ചലിസം വർക്കിന് വേണ്ടി പോയി. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ശുശ്രൂഷ നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഈ കർത്താവിനെ കുറിച്ചൊന്നും ഒരു പരിജ്ഞാനമൊന്നുമില്ല. അന്ന് പെന്തക്കോസ്തിൽ ഒരു ഉപദേശിയാകാമെന്ന് പോലും മനസ്സിൽ ചിന്തയില്ല. ബൈബിൾ കോളേജ് പഠിച്ചു, ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേല, ആ ഒരു അവസ്ഥയാണ്. അപ്പോ ഈ മനുഷ്യൻ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് കർത്താവിന്റെ ആത്മാ പറഞ്ഞു, ഇത് ശരിയല്ലല്ലോ, ഈ പറയുന്ന മുഴുവൻ ദൈവനാമത്തിന് മഹത്വത്തിന് വിരോധം എന്റെ ഉള്ളിൽ തോന്നുക. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഇയാൾ പറയുന്നത് എന്താ? ഇപ്പോൾ എനിക്കും എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ നിന്റെ ഇഷ്ടം, നമുക്ക് വിവേചിക്കാനുള്ള കഴിവൊന്നുമില്ല, ഒരു തോന്നല് മാത്രമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ നിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ഇയാളുടെ പരിപാടികളൊന്നും ഇവിടെ നടക്കരുത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഇയാൾക്ക് ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു, നമുക്ക് ഇവിടെ വേണ്ട, ഇവിടെ ശുശ്രൂഷ നടക്കൂല, ഇവിടെ വെളിപ്പെടില്ല, നമുക്ക് വേറൊരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാം. അപ്പൊ പാസ്റ്റർ പാവം പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, അത് പാസ്റ്റർ റെഡിയായി. പോകാൻ നേരത്തെ അവർ പറയാം, ഈ രണ്ടെണ്ണത്തിനെ അങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ദുരുപദേശത്തിന്റെ സ്പിരിറ്റ്, ആ സ്പിരിറ്റ് ഏതാ നമ്മൾ വിവേചിക്കും. അത് ദൈവം നമ്മളെ സഹായിക്കും. അത് സഹായിച്ചവർ കർത്താവിന്റെ കൃപ എന്നത് തീർച്ചയായിട്ടും അന്ത്യകാലത്ത് നമുക്ക് ഒരു മനുഷ്യൻ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ അത് പൈശാചികമാണോ മാനുഷികമാണോ ദൈവികമാണോ, ഒരു ഉപദേശം നമ്മൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യും ബ്രദറെ എന്ന് പറയുമ്പോൾ ക്രിസ്തു ഇത് ചെയ്യുമായിരുന്നോ എന്ന് വിവേചിക്കണമെങ്കിൽ അവന്റെ ആത്മാവ് എനിക്ക് ആ ഇടുക്ക് വഴി കാണിച്ചു തരണം, അതല്ലെങ്കിൽ എനിക്കത് സാധിക്കില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജീവൻ എന്ന് പറഞ്ഞൊരു പരിജ്ഞാന പൂർണ്ണതയാണ്. ഓക്കെ,
ഓക്കെ, ഞാൻ സമയം ഇടയ്ക്ക് നോക്കും, എനിക്ക് 9:45 അടുത്ത മീറ്റിംഗ് തുടങ്ങും, അതുകൊണ്ട്. ഓൾറൈറ്റ്. അപ്പോൾ ഈ ഒരു പരിജ്ഞാന പൂർണ്ണതയാണ് കർത്താവിനുള്ള ലൈഫ്. ആ ക്രൂശിനാൽ നമ്മൾ സ്ഫുടം ചെയ്യപ്പെടുമ്പോൾ, നമ്മുടെ ലോകത്തിന്റെ ജ്ഞാനത്തോടുള്ള നമ്മുടെ കണ്ണ് അടഞ്ഞു കഴിയുമ്പോൾ, നമ്മൾ തുറക്കുന്ന അകക്കണ്ണെന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനമാണ് ദൈവത്തിന്റെ ജ്ഞാനത്തെ, ആഴങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതാണ് നമ്മളെ വിവേചിക്കുന്നവരാക്കി മാറ്റുന്നത്. അത് ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടരുത്, സൈക്കോളജിക്കൽ ജ്ഞാനം കൊണ്ടരുത്, അത് ആത്മാവിനാൽ മാത്രമേ സാധിക്കാവൂ. അതല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വഞ്ചിക്കപ്പെടും. സോ വി നീഡ് ടു ഹാവ് ദാറ്റ് ഡിസൈനിങ്. എല്ലാ വിശ്വാസിക്കും ആ ഒരു ഡിസൈനിങ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അടുത്ത വാക്യം. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതുകൊണ്ട് ദൈവത്തെ നമുക്കറിയാം, നമുക്കേ അറിയാവൂ. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം എവിടെന്നാ വരേണ്ടത്? അവന്റെ ആത്മാവിന് മാത്രമേ ആ ജ്ഞാനം തരാൻ പറ്റുള്ളൂ. നമ്മൾ ആ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. ഫോർ നോളജ് കംസ് ഫ്രം ദ ലോർഡ്. ഓക്കെ, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനവും മനുഷ്യജ്ഞാനവും കൂടെ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. പഴയതും പുതിയതും കൂടെ ചേർത്ത് തുന്നിക്കെട്ടാൻ പറ്റത്തില്ല. നമ്മുടെ കുറച്ച് അറിവുകളും പിന്നെ കർത്താവ് തന്ന പരിജ്ഞാനം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവിയലാക്കി വിളമ്പാൻ സാധിക്കില്ല. എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ റീസൺ ഈസ് അത് രണ്ടും മിക്സ് ആവില്ല, അത് രണ്ടും നശിച്ചു പോകും. പഴയ തുരുത്തിയിലേക്ക് പുതിയത് പകരാൻ പറ്റില്ല. ഒരു കഥ വായിച്ച് അതിനകത്ത് ഒരു ഉപദേശം ഉണ്ടാവില്ല. ലോകത്തിന്റെ ഒരു തത്വജ്ഞാനം പറഞ്ഞാൽ അതൊരു ടീച്ചിങ് ആവില്ല. ഇറ്റ് ഹാസ് ടു കം ഫ്രം ദ ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അത് വരണം. ആത്മാവ് അത് കാണിച്ചു തരികയും വേണം. നമുക്ക് വിവേചിക്കാനും കർത്താവിന്റെ ജ്ഞാനത്തിലേക്കും പോകണമെങ്കിൽ വി നീഡ് ടു ബി ക്ലെൻസ്ഡ് ബൈ ദ ക്രോസ്. ക്രിസ്തുവിന്റെ ക്രൂശിനാൽ നമ്മൾ വിവേചിക്കപ്പെടുന്നവർ. 14-ാം വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. കാരണം എന്താ? കേൾക്കാനില്ല, അവന്റെ ഇല്ല. ഹി ഹാസ് ഓൺലി ദ വിസ്ഡം ഓഫ് ദ വേൾഡ്. അപ്പൊ നമുക്ക് ലോകത്തിൽ ഒത്തിരി ജ്ഞാനം ഉണ്ടാകാം, പക്ഷെ ക്രൂശിനാൽ ഒരുത്തൻ തകർക്കപ്പെടുന്നില്ലെങ്കിൽ, അവന്റെ ജ്ഞാനത്തിന്റെ ആ ഒരു ഏരിയ അടഞ്ഞു പോകുന്നില്ലെങ്കിൽ, ജീവിക്കാൻ ആവശ്യമായ ജ്ഞാനത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, അത് ക്രൂശിൽ തീരുന്നില്ലെങ്കിൽ, സഹോദരങ്ങളെ, അവന് ദൈവത്തിന്റെ ഉപദേശം കേൾക്കാൻ പറ്റില്ല. ഹി റിമെയിൻസ് എ കാർണൽ മാൻ. അവൻ ഒരു ജഡീക മനുഷ്യനായി അവശേഷിക്കുക. അവന് ജ്ഞാനം ഉണ്ടാകും, ശാസ്ത്രീയമായിട്ട് പലതും പഠിച്ചിട്ടുണ്ടാവാം, പക്ഷെ അവൻ ഈ ലോകത്തിന്റെ ജ്ഞാനത്തോട് മരിക്കുന്നില്ലെങ്കിൽ, ക്രൂശിതനായ ക്രിസ്തുവിന്റെ ജ്ഞാനമല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും ഇടപെടുന്നില്ലെങ്കിൽ. ഓക്കെ, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയുകയില്ല. അടുത്ത വാക്യം, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. അപ്പൊ ആത്മാവിന്റെ വെളിച്ചത്തിൽ വരുമ്പോൾ നമുക്ക് ലോകത്തെ മുഴുവൻ ക്ലിയർ ആയിട്ട് മനസ്സിലാകണം. അന്ത്യകാലത്ത് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാണിംഗ് എന്ന് പറയുന്നത്, ഒത്തിരി ദുരുപദേശങ്ങൾ സ്പ്രെഡ് ആകുന്ന സമയത്ത് ദ ലോർഡ് വാണ്ട്സ് us, മുന്നറിയിപ്പ് തരുന്നത് പരിജ്ഞാനമുള്ളവരായിരിക്കുക. ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചും അവന്റെ ജ്ഞാനത്തെക്കുറിച്ചും അറിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സകലത്തെയും വിവേചിക്കാൻ കഴിയും. സകലത്തെയും വിവേചിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ചില സമയത്ത് നമുക്കത് നമ്മുടെ ശക്തിയാൽ വരത്തില്ല, ചില സമയത്തിൽ ഒരിക്കലും വരില്ല. ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്ക് വേണം. ഇപ്പൊ ഒരാള് പറയാണ്, മകളെ നിന്നെക്കുറിച്ചുള്ള, മകനെ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന, നിന്നെ കടല് കടത്തി തണുപ്പുള്ളവരുടെ ദേശത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ മനുഷ്യൻ എന്നോട് ഇത് പറയുന്നത്? എനിക്ക് ചൂടുള്ള ദേശത്ത് കിടന്നാൽ എന്താ കുഴപ്പം? ദൈവം എല്ലായിടത്തും ഒരുപോലെയല്ലേ? മാമോനല്ലേ അവിടെ ഇത്തിരി കൂടുതലുള്ളത്? കർത്താവിന്റെ പ്രസൻസ് എല്ലായിടത്തും ഒരുപോലെയല്ലേ? അല്ലേ? പിന്നെ അപ്പൊ എന്നെ അവിടെ കൊണ്ടുപോകുന്ന എന്നെ മോഹിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഏതാത്മാവായിരിക്കും? മാമോന്റെ അടുത്തേക്ക് നിന്നെ, അങ്ങനെയല്ലേ പറയുന്നേ? അത് ആത്മാവിൽ നോക്കുമ്പോഴല്ലേ നമ്മളത് കാണുന്നത്. നിന്റെ അടുത്ത് മാമോനെ എത്തിക്കാൻ അല്ലേ പ്രവചനം? അപ്പോ വിവേചിക്കാമല്ലോ. നമ്മൾ ക്രിസ്തുവിന്റെ ക്രൂശിനാൽ നമ്മുടെ ജ്ഞാനത്തെ അബലമാകുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആത്മാവിനാൽ ഇതിനെല്ലാം വിവേചിക്കാൻ സാധിക്കും. ആത്മീകന സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അവൻ ഒരു മനുഷ്യനും അവനെ വിവേചിക്കാൻ പറ്റില്ല. കാരണം അവൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു വിവേചിക്കാൻ പറ്റില്ല. They don't have the wherewithal to judge a spiritual man.
ഒരു ആത്മീകനെ വിവേചിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. 16-ാം വാക്യം പറയാണ്, കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരെന്ന്. എങ്ങനെ നമുക്കത് കിട്ടിയത്? ലോകത്തിന്റെ ജ്ഞാനം പരിച്ഛേദനയായി നഷ്ടപ്പെട്ടപ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വിറയലോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ വിറയൽ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ജ്ഞാനത്തിൽ നിന്നെങ്ങാനും വല്ലതും വന്നു പോയാൽ അതൊരു പ്രയോജനം ചെയ്യാത്ത വെറും ശബ്ദമായിട്ട് അത് അവശേഷിക്കും. അതുകൊണ്ട് ഞാൻ വിറയലോടുകൂടി നിൽക്കുന്ന ക്രൂശിതനായ ക്രിസ്തുവിന്റെ ആ ഒരു ബ്രോക്കൺനെസ്സിൽ അല്ലാതെ ഒരു വാക്കുപോലും ഉച്ചരിച്ചാൽ ഞാൻ ആത്മീകനാവുകയില്ല എന്ന് പൗലോസ് പറയുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനമാകട്ടെ. വിവേചനം നമുക്ക് ദൈവം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ബലമേറിയ നാമത്തിന് മുമ്പിൽ ഞങ്ങൾ വരുന്നു. കർത്താവ്, അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ പരിജ്ഞാനത്തിന്റെ പെർഫെക്ഷനിലേക്ക് നയിക്കണമേ. കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ മഹത്വം മാത്രം അന്വേഷിക്കുന്നവരും അങ്ങയുടെ ക്രൂശിനെ കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് അറിവില്ലാത്തവരുമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.